ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 21. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ പ്രധാനമാണ്. അവൻ അതിനു സമ്മതിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 8 വാക്യം. യുഎസിലെ ന്യൂജേഴ്സിയിലുള്ള ഒരു നീന്തൽ പരിശീലകൻ നെവാർക്ക് ബേയിൽ ഒരു കാർ മുങ്ങുന്നത് കണ്ടു. കാർ പെട്ടെന്ന് ചെളിവെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഡ്രൈവർ എനിക്ക് നീന്താൻ അറിയില്ല എന്ന് അലറുന്നത് കേട്ടു. ഒരു ജനക്കൂട്ടം കരയിൽ നോക്കി നിൽക്കെ ആന്റണി അരികിലെ പാറകളിലേക്ക് ഓടി കൃത്രിമ കാൽ നീക്കം ചെയ്തു. 68കാരനെ രക്ഷിക്കാനായി വെള്ളത്തിലേക്ക് ചാടി. ആന്റണിയുടെ നിർണായക പ്രവർത്തനത്തിലൂടെ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ പ്രധാനമാണ്. തൻ്റെ 17 വയസ്സുള്ള മകൻ യോസഫിനെ പരസ്യമായി അനുകൂലിച്ച നിരവധി ആൺമക്കളുടെ പിതാവായ ഗോത്രപിതാവായ യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുക. അവൻ ഭോഷത്വമായിട്ടാണെങ്കിലും യോസഫിന് ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു. ഫലമോ? യോസേഫിൻ്റെ സഹോദരന്മാർ അവനെ വെറുത്തു. അവസരം ലഭിച്ചപ്പോൾ അവർ അവനെ അടിമയായി വിറ്റു. യോസേഫിൻ്റെ സഹോദരന്മാർ അവനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിലും യോസേഫ് ഈജിപ്തിൽ എത്തിയതിനാൽ 7 വർഷത്തെ ക്ഷാമകാലത്ത് യാക്കോബിൻ്റെ കുടുംബത്തെയും മറ്റു പലരെയും സംരക്ഷിക്കാൻ ദൈവം അവനെ ഉപയോഗിച്ചു. പോത്തിഫറിൻ്റെ ഭാര്യയുടെ മുൻപിൽ മാന്യത സൂക്ഷിക്കാനും ഓടിപ്പോകുവാനുമുള്ള യോസഫിൻ്റെ തീരുമാനമായിരുന്നു കാര്യങ്ങളെ ശരിയായ നിലയിൽ ചലിപ്പിച്ചത്. അനന്തരഫലം തടവറയും പിന്നീട് ഫറവോനുമായുള്ള കൂടിക്കാഴ്ചയുമായിരുന്നു. പരിശീലനത്തിൻ്റെ പ്രയോജനം ആന്റണിക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. നാം ദൈവത്തെ സ്നേഹിക്കുകയും അവനെ സേവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ജീവനെ രക്ഷിക്കുന്നതും ദൈവത്തെ ബഹുമാനിക്കുന്നതുമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ അവൻ നമ്മെ സഹായിക്കുന്നു. നാം ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആരംഭിക്കാം. ചിന്തിക്കുക, നിങ്ങളുടെ തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരുന്നു? ജ്ഞാനപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ദൈവാത്മാവ് നിങ്ങളെ എങ്ങനെയാണ് സഹായിച്ചത്? ദൈവത്തിന് മഹത്വം.